പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ് എന്നുള്ള കൺസെപ്റ്റാണ് പഠിച്ചത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ഓർക്കാം. ഒരു ഫംഗ്ഷന് എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ if limit x tends to a f of x equal to f of a. ഒരു ഫംഗ്ഷന് എ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷന് വാല്യൂ ഉണ്ടാവണം. ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ 5-6 പ്രോബ്ലം ചെയ്തു. ഇനി അതിൽ തന്നെ രണ്ടാമത്തൊരു ടൈപ്പ് പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ഇനി കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനല്ല, മറിച്ച് കണ്ടിന്യൂസ് ആണ് എങ്കിൽ അതിനകത്തൊരു അൺനോൺ ഉണ്ടായിരിക്കും, കെന്നോ ലാംഡ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ അൺനോണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിരുന്നു നമുക്കൊരു പ്രോബ്ലത്തിലൂടെ പറയാം. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, find the value of k so that f of x is equal to x square minus 2x minus 3 by x plus 1 when x not equal to minus 1. K when x equal to minus 1 is continuous at x equal to minus 1. നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷൻ -1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ കെയുടെ വാല്യൂ എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നമ്മളുള്ള ഗിവൺ കണ്ടീഷൻ എന്താ? ക്ലിയർലി ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ -1 എന്ന പോയിന്റിൽ ലിമിറ്റ് ഉണ്ടായിരിക്കണം. ആ -1 എന്ന പോയിന്റിൽ വാല്യൂ ഉണ്ടായിരിക്കണം. അത് രണ്ട് ഈക്വൽ ആയിരിക്കണം. നോക്കൂ, ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, when x is equal to -1 f of x is equal to k. That means f of -1 is equal to k. -1 എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ k ആണ്. ഇക്വേഷൻ നമ്പർ 1. എന്നാൽ നമുക്ക് ആ -1 എന്ന പോയിന്റിൽ ലിമിറ്റിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ലിമിറ്റ് x tends to -1 f of x is equal to limit x tends to -1 x square minus 2x minus 3 by x plus 1. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു മെത്തേഡ് പഠിച്ചിരുന്നു. എന്താണത്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. എങ്ങനെയാണ് ഈ ന്യൂമറേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട്, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ മാത്രം ആഡ് ചെയ്യുമ്പോൾ -2 എന്നും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 എന്നും വരണം. ഏതാണ് ആ സംഖ്യകൾ? കൂട്ടിയാൽ -2 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ -3 കിട്ടണം. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 x -3 into x plus 1. -3 plus 1 is equal to -2. -3 into 1 is equal to -3 divided by x plus 1. ഇങ്ങനെ വരുമ്പോൾ x plus 1 എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി വരുന്നത് x -3 എന്ന ലിമിറ്റ് x ടെൻസ് ടു -1 x -3. ഇനി അതിൽ നമുക്ക് -1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു -1 -3 is equal to -4. നോക്കൂ, ഫംഗ്ഷൻ്റെ വാല്യൂ k ആണ്, ലിമിറ്റിൻ്റെ വാല്യൂ -4 ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സിൻസ് f ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു -1, ലിമിറ്റ് x tends to -1 f of x is equal to f of -1. What is the value of the limit? -4.
minus 4 is equal to f of minus 1, that is k, then k is equal to minus 4. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആണെന്ന് തന്നാൽ കോൺസ്റ്റന്റിന്റെ അൺനോണിന്റെ വാല്യൂ കാണുന്ന വിധം. ഫംഗ്ഷന്റെ വാല്യൂ k ആണ്, ലിമിറ്റിന്റെ വാല്യൂ -4 ആണ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം. ദെൻ ക്ലിയർലി k ഈസ് ഈക്വൽ ടു -4. ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോളൂ. ഇതുപോലെ കുറച്ചുകൂടെ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ ഡസ്റ്റർ ഒന്ന് മാറ്റാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 2. വീണ്ടും ചോദ്യം പഴയത് തന്നെയാണ്. എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് k so that f of x is equal to sin 2x by 5x when x not equal to 0, k when x equal to 0 is continuous at x equal to 0. ഈ പറയുന്ന ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ കെയുടെ വില എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ k ആണ് എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം ഗിവൺ ദാറ്റ് f of 0 is equal to k. 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ k ആണ് എങ്കിൽ നമുക്ക് ഇതിന്റെ ലിമിറ്റ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇതെങ്ങനെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f of x is equal to limit x tends to 0 sin 2x by 5x. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു ഫോർമുല പഠിപ്പിച്ചു തന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin ax by bx is equal to a by b. ആ രൂപത്തിലല്ലേ ഇത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x by 5x that is equal to 2 by 5. അപ്പോൾ ലിമിറ്റിന്റെ വാല്യൂ 2/5 ആണ്, ഫംഗ്ഷന്റെ വാല്യൂ k ആണ്. എന്തായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത സെന്റൻസ് എഴുതുക? സിൻസ് f ഈസ് കണ്ടിന്യൂസ് at x equal to 0, ലിമിറ്റ് x tends to 0 f of x is equal to 0 f of 0. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂം ഈക്വൽ ആയിരിക്കണം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ലിമിറ്റ്? 2/5. f of 0 that is k, then k is equal to 2/5. ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എന്നാ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോർമുല വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. എന്നിനി മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എന്ന് മാറിയിട്ട് ഞാൻ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നാക്കി തരാൻ പോവുക. അങ്ങനെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നാക്കുമ്പോൾ പ്രത്യേകത ഞങ്ങൾക്കറിയാം. അവിടെ ലെസ് ദാൻ ഉപയോഗിച്ച് ലെഫ്റ്റ് ലിമിറ്റും ഗ്രേറ്റർ ദാൻ ഉപയോഗിച്ച് റൈറ്റ് ലിമിറ്റും വേറെ വേറെ കാണേണ്ടതായിട്ട് വരും. എന്നാൽ ഈ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിക്കുക, എന്നിട്ട് നമുക്കത് വായിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താ ചോദ്യം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. കെയുടെ വാല്യൂ കാണാൻ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 3. സോ ദാറ്റ് f of x is equal to kx plus 1 when x less than or equal to 5, 3x minus 5 when x greater than 5 is continuous at x equal to 5.
ഈ ഫംഗ്ഷൻ 5ൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഈ കെയുടെ വാല്യൂ കാണണം നമ്മൾ. നോക്കൂ, കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോൾ ലിമിറ്റ് ഉണ്ടായിരിക്കണം, ഫംഗ്ഷന് വാല്യൂ ഉണ്ടായിരിക്കണം, അത് രണ്ട് ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ കേസിൽ ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കണം, റൈറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കണം, അത് രണ്ട് ഈക്വൽ ആയിരിക്കണം. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ 5ൽ കുറവാകുമ്പോൾ when x less than 5 the function is kx plus 1. എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിൽ എക്സിന് 5 എന്ന് കൊടുത്താൽ, എക്സിലടുത്ത് 5 എന്ന് കൊടുത്താൽ 5k പ്ലസ് 1, ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ്. എന്നാൽ നമുക്ക് റൈറ്റ് ലിമിറ്റ് എന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എക്സിന്റെ വാല്യൂ 5ലും കൂടുതലാണ്. when x greater than 5 the function is 3x minus 5. On direct substitution that's equal to 3 into 5 minus 5. 15 minus 5 is equal to 10. Left limit 5k plus 1, right limit 10. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5, LHL is equal to RHL. Left hand limit is equal to right hand limit. What is the left hand limit? 5k plus 1 is equal to right hand limit 10. Then 5k is equal to 10 minus 1, that's equal to 9. K is equal to 9 by 5. ക്ലിയർ ആണോ കാര്യങ്ങൾ? ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോ. ലെസ് ദാൻ ഉപയോഗിച്ച് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു, ഗ്രേറ്റർ ദാൻ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടു. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അതിൽ നിന്ന് നമുക്ക് ആരുടെ വാല്യൂ കിട്ടി? കെയുടെ വാല്യൂ കിട്ടി. എങ്കിൽ ഇതുപോലെ ഒരു 2 പ്രോബ്ലം കൂടെ ചെയ്തു തന്നാലോ? ശ്രദ്ധിച്ച് കേൾക്കണം. Question number 4. Find the value of k so that f of x is equal to, NCERT ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്, kx plus 1 when x less than or equal to pi, cos x when x greater than pi is continuous at x equal to pi. ഈ പറയുന്ന ഫംഗ്ഷൻ പൈ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ എന്ന ചോദ്യം നമുക്കൊന്ന് നോക്കാം. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും വേറെ വേറെ കാണണം. എന്നാൽ ലെസ് ദാൻ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് എന്ന് കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എക്സിന്റെ വാല്യൂ പൈയിലും കുറവാകുമ്പോൾ ലെസ് ദാൻ പൈ ആകുമ്പോൾ കെ എക്സ് പ്ലസ് 1. അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന് എക്സിന് പൈ എന്ന് കൊടുത്താൽ കെ പൈ പ്ലസ് 1, ദാറ്റ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. എങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ പൈയിലും കൂടുതലാവുമ്പോൾ when x greater than pi the function is cos x. On direct substitution cos pi is equal to minus 1. Left limit is equal to k pi plus 1. Right limit is equal to minus 1. നമ്മൾ നേരത്തെ എഴുതിയ അതേ സെന്റൻസ്. സിൻസ്
f is continuous at x equal to pi, LHL is equal to RHL. What is the left hand limit? K pi plus 1 is equal to the right hand limit minus 1. ഈ 1നെയും കൂടെ അപ്പുറത്തേക്ക് എടുത്താൽ k pi is equal to minus 1 minus 1 minus 2. That means k is equal to minus 2 by pi. ക്ലിയർ അല്ലേ? നോക്ക്, ഈ രണ്ട് ടൈപ്പിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അല്ലെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആണ് എങ്കിൽ കെയുടെ വാല്യൂ എന്ത് എന്നുള്ളത്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. So that f of x is equal to k cos x by pi minus 2x when x not equal to pi by 2. 3. When x equal to pi by 2 is continuous at x equal to pi by 2. ഈ പറയുന്ന ഫംഗ്ഷൻ പൈ ബൈ 2 കണ്ടിന്യൂസ് ആണ് എങ്കിൽ എന്താണ് കെയുടെ വാല്യൂ എന്നാണ് ചോദ്യം. നമ്മൾ ചെയ്തതിൽ ഇത്തിരി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യത്തെ വരിയായിട്ട് നമ്മൾ എന്തെഴുതും? when x equal to pi by 2 f of x is equal to 3. that means f of pi by 2 is equal to 3. പൈ ബൈ 2 എന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 3 ആണ്. എങ്കിൽ ആ പൈ ബൈ 2 നമുക്ക് ലിമിറ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x. നോക്കൂ, ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 0/0 വരും. എക്സിന് പൈ ബൈ 2 കൊടുത്താൽ കോസ് പൈ ബൈ 2 0, എക്സിന് പൈ ബൈ 2 കൊടുത്താൽ പൈ മൈനസ് പൈ 0. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഇതിനകത്ത് ട്രിഗണോമെട്രി ഉപയോഗിച്ച് നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. എന്താണ് ഞാൻ അതിന് ചെയ്യുന്ന മാർഗം എന്നുള്ളത് നോക്കിക്കോ. ദാറ്റ്സ് ഈക്വൽ ടു ഈ കോസെക്സ് എന്ന് പറയുന്നതിന് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാം. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ, സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ്. എങ്കിൽ ഡിനോമിനേറ്ററിലും പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് വന്നാൽ അത് സൈൻ എക്സ് ബൈ എക്സ് എന്ന ഫോമിൽ വരും. ലിമിറ്റ് 1 ആവും. അപ്പോൾ ഡിനോമിനേറ്ററിലും ഇതുപോലെ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് കിട്ടണം. അതിനൊരു ചെറിയ മാർഗം ചെയ്താൽ പോരെ. ഇതിൽ നിന്ന് ഒരു 2 കോമൺ ആയിട്ട് എടുത്താൽ പോരെ. ഒരു 2 കോമൺ ആയിട്ട് എടുത്താൽ പൈ ഉള്ളെടുത്ത് പൈ ബൈ 2 എന്നാകും. 2 പൈ ബൈ 2 പൈ ആയിക്കോളും. മൈനസ് 2x നിന്ന് 2 എടുത്താൽ ഇപ്പൊ നോക്കിയേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കെ ബൈ 2 എന്നുള്ള കോൺസ്റ്റന്റ് അങ്ങ് പുറത്തേക്ക് മാറ്റി എഴുതാം. കെ ബൈ 2. ഇനി ബാക്കി പറഞ്ഞ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ബൈ പൈ ബൈ 2 മൈനസ് എക്സ്. നോക്കൂ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന ഫോമിൽ. അവിടെ ചില കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു ഞാൻ +1 ക്ലാസ്സിൽ. ഈ ലിമിറ്റ് 1 ആണെന്ന് പറയണമെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സിൻ്റെ വാല്യൂ സെയിം ആവണം. ഇവിടെ പൈ ബൈ 2 മൈനസ് എക്സ് ആണെങ്കിൽ ഡിനോമിനേറ്ററിലും പൈ ബൈ 2 മൈനസ് എക്സ് ആവണം. അതൊക്കെ. രണ്ടാമത്തെ കാര്യം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 0/0 വരണം. എക്സിന് 0 കൊടുത്താൽ സൈൻ 0 0/0. അതേപോലെ ഇവിടെ എക്സിന് പൈ ബൈ 2 കൊടുത്താൽ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 0 സൈൻ 0 0
π/2 മൈനസ് π/2 0. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ 0/0 ആവണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സിൻ്റെ വാല്യൂ സെയിം ആവണം. ആണല്ലോ. എന്നാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അതിൻ്റെ ലിമിറ്റ് എന്താണ്? 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു k/2. അപ്പോൾ f of π/2 ഈസ് ഈക്വൽ ടു 3. ലിമിറ്റിൻ്റെ വാല്യൂ k/2. കണ്ടിന്യൂസ് ആണ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞ്. അപ്പോൾ നമുക്ക് എഴുതാം സിൻസ് f ഈസ് കണ്ടിന്യൂസ് at x equal to π/2, limit x tends to π/2 f of x is equal to f of π/2. What is the value of the limit? k/2. What is f of π/2? 3. k/2 is equal to 3. ആ 2നെ കൂടെ അപ്പുറത്തേക്ക് എടുത്ത് നോക്കിയേ. k is equal to 2 into 3 is equal to 6. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം എല്ലാം കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ എന്ത് എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഈ 2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് എന്നുള്ളതായിരുന്നു. ഇനി ഇതിനകത്ത് ഒരു ചെറിയ ടോപ്പിക് കൂടെ ബാക്കി, കണ്ടിന്യൂസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.